ഗോവയിലെ ഐനോക്സ് തിയേറ്ററിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ. ഇന്ന് മലയാളത്തിന് സന്തോഷപ്രദമായ ദിവസമാണ്. മലയാളത്തിന്റെ സിനിമ കേശു ഇന്ന് ഐനോക്സ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. അതിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ഞങ്ങളുടെ കൂടെയുണ്ട്, ഒപ്പം തന്നെ ആസ്വാദകരുണ്ട്. എല്ലാവരും പറയും ആ സിനിമയെക്കുറിച്ച്. എന്തായിരുന്നു ആദ്യം സംവിധായകൻ തന്നെ പറയട്ടെ, എന്തായിരുന്നു സിനിമ കേശു? എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അത് അങ്ങനെ തന്നെ ഫലപ്രദത്തിൽ പറയാൻ പറ്റിയോ? ആസ്വാദകർ എന്ത് പറയുന്നു? ഇല്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പറയാൻ പറ്റിയിട്ടുണ്ട്. അതിനൊന്നും ഒരു പരാതിയില്ല. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ടെക്നീഷ്യൻസിനും അതേപോലെ തന്നെ ആ ടെക്നീഷ്യൻസിൻ്റെ പ്രോബ്ലമാണ്. ടെക്നീഷ്യൻസ് വളരെയേറെ പെയിൻ എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ വന്നത്. ഉദാഹരണം, ഫസ്റ്റ് പ്രിൻ്റ്, നല്ലൊരു പ്രിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദലേഖനമൊക്കെ അതുപോലെ നന്നായിട്ട് വരത്തുള്ളൂ. ഇതുവരെ ഞാൻ കാണാത്ത ഇതാണ്. കാരണം പ്രത്യേകിച്ചും ഒരു ഇൻ്റർനാഷണൽ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ നമ്മുടെ ഫിലിം എങ്ങനെയാണോ ചെയ്തത് അതിനെക്കാട്ടി നന്നാക്കി എടുക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ കൂടെ കഴിയും. സാധാരണ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് തന്നെ പ്രൊജക്ഷനും കൂടെ വരും. ആ പ്രൊജക്ഷന് ഇതൊന്നുമില്ലാതെ തീരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വശത്തിൽ ഇരിക്കാൻ പോലും തോന്നിയിട്ടില്ല. കാരണം ഇത് ഫസ്റ്റ് പ്രിൻ്റ് ഞാൻ കണ്ടതാണ്. അവിടെ ഫസ്റ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഗ്രേഡ് ചെയ്ത് ഏൽപ്പിച്ചാണ്. ആ പ്രിൻ്റ് കണ്ടിട്ടാണ് ഇവർ അപ്രൂവൽ തരുന്നത്, അവരൊക്കെ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇവരുടെയും പ്രശ്നമല്ല. കാരണം ഇവർ അർജൻറ്റായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു 3-4 ലാംഗ്വേജിൽ ഇത് ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ ബോംബെ തന്നെ സെൻസർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വന്നില്ല. ബോംബെ തന്നെ അങ്ങ് സെൻസർ ചെയ്തു. സെൻസർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പനോരമ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ വേറെ പ്രിൻ്റ് എടുക്കാനായിട്ട് സബ് ടൈറ്റിലൊക്കെ ആയിട്ട് ഇവിടെ ആർക്കോ കൊടുത്താണ്. പക്ഷേ മറ്റേ നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എടുത്തത് ഇപ്പോൾ പ്രസാദിലായിരുന്നു എടുത്തത്. ഇപ്പോൾ അതെടുത്താൽ ഇനിയും ഒരു 3 പ്രിൻ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് നല്ലൊരു പ്രിൻ്റ് കിട്ടുന്നത്. അത് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ആ പ്രിൻ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ പിന്നെയും ഒരു പ്രിൻ്റ് എടുത്തു. ആ പ്രിൻ്റ് ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ വന്നതുകൊണ്ട്. പിന്നെ ഏതൊരു തിയേറ്ററാണെങ്കിലും ശരി, ഏതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൻ്റെ കംഫർട്ട്, പ്രൊജക്ഷന്, സൗണ്ട് എഫക്റ്റ്, ഇതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് സാധാരണ ഇവിടെ നമ്മളെല്ലാം സഹിച്ചു പോകുമായിരിക്കും. പക്ഷേ വെളിയിലൊക്കെ പോയി നമ്മളൊരു പടം കാണുമ്പോഴാണ് എന്തെല്ലാം രീതിയിലാണ് ശുഷ്കാന്തി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഈവൻ ഫിലിം സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ ആ പ്രൊജക്ഷൻ റൂമിനകത്ത് പോലും നമുക്ക് സോക്സ് ഇട്ട് കയറാവും. അത്രമാത്രം ശുഷ്കാന്തിയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പടം എടുക്കുന്നവർ വലിയ കാര്യത്തിൽ മുട്ടുസൂചി താഴെ വീഴുന്ന സൗണ്ട് ആര്യായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കേൾക്കാനില്ല. അപ്പോൾ അതാണ് ഒരു പരാതിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം സാങ്കേതികമായ തകരാറുകൾ, അത് ഈ ചലച്ചിത്രോത്സവത്തിൽ ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിന് അത് സംവദിക്കുന്നതിൽ തീർച്ചയായും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ കൂടെ കേശുവുമുണ്ട്. കേശു എന്ത് പറയുന്നു? കേശുവിന്റെ അത്രയും കുസൃതിയാണോ? എങ്ങനെയായിരുന്നു ഇത്? എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് മൂവി തന്നെ സെലക്ട് ആയപ്പോൾ വലിയൊരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട്. യേശുവിനേക്കാളും എത്രയോ കാലമായി ലോകം കണ്ട ലക്ഷ്മി കൃഷ്ണമൂർത്തിയുണ്ട്, എത്രയോ സിനിമകളിൽ അഭിനയിച്ചു. കേശുവിലും വരെ എത്തിയ ഒരു അഭിനയ ജീവിതത്തിന് ഉടമയാണ്. വല്ലാത്ത മറക്കാൻ സാധിക്കാത്ത ഒരു ഇതാണ്. ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും ജീവിച്ചിരുന്നത്. അത് വളരെ വളരെ പല സീനും കേശുവിൻ്റെ ഒപ്പം അഭിനയിച്ചത് സഹിക്കുകയില്ല. 2 തലമുറകളാണ്. കേശുവിന്റെ ഏറ്റവും താഴെയാണ്, എത്രയോ താഴെയാണ്, ഞാൻ എത്രയോ വേദയാണ്. അതെ, വളരെ വളരെ കേമായിരുന്നു. പിന്നെ വാസ്തവത്തിൽ ഒരു ചിൽഡ്രൻസ് മൂവി എന്ന് പറയാൻ വയ്യ അതിനെ. വാസ്തവത്തിൽ അതെ, അത് പറയാനേ വയ്യ. സാധാരണ എന്നെ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ പറയും, ഇത് എല്ലാ പൊതുജനങ്ങളും കാണേണ്ട ഒന്നാണ്. ശരിക്കും ഒരു മെയിൻ സ്ട്രീമിൽ വരേണ്ട ഒരു ചിത്രമാണ് ശരിക്കും. മറ്റൊരു അഭിനേത്രി കൂടി നമ്മുടെ കൂടെയുണ്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഫസ്റ്റ് മൂവിയാണ്, അത് ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ അത് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അത് ഫസ്റ്റ് മൂവി തന്നെ പനോരമയിൽ സെലക്ട്. നല്ല അഭിപ്രായമാണ് എല്ലാവരുടെയും. നമ്മുടെ ആസ്വാദകരുണ്ട് നമ്മുടെ കൂടെ. നല്ല ഇതാണ് ജീവിതം, ശരിക്കുള്ള ജീവിതം, ശരിക്കുള്ള സിനിമ ഇതാണ്. ഇതിനെന്തായാലും അവാർഡ് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കിട്ടുമെന്നുള്ള. ആസിഫ് എന്ത് പറയുന്നു? നല്ല മൂവി, വെരി ടച്ചിങ് മൂവി ആയിരുന്നു. കേരളത്തിലേക്ക് പോകണം തോന്നിയോ ഈ പ്രകൃതിയൊക്കെ കാണുമ്പോൾ? ഗോവയിൽ കുറെ കാലമായി. ഇപ്പൊ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ വില്ലേജ് എവരിത്തിങ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പൊ കേരളത്തിലേക്ക് തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. കേരളത്തിന്റെ അനുഭവമുള്ള മലയാളിയുടെ സ്വത്തും
പ്രകടിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ശിവന്റെ കേശു. ഇനിയും ആ സിനിമയിൽ കൂടുതൽ ആസ്വാദകരുണ്ടാവും.